Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. The person on your mind, നിങ്ങളുടെ മനസ്സിലെ വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഈ സമയം നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്, ആ വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ എങ്ങനെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, ആ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും, റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഹേ, ഗ്രൂപ്പ് നമ്പർ 1, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെക്കുറിച്ച് ഈ സമയം നിങ്ങൾ അറിയേണ്ടത്? their current situation, current feelings, current energy, the person on your mind. Alright, so probably ഇത്ര കാലമായിട്ട് വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ, റിയാക്ഷൻ, കോൺവെർസേഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓർ ആ വ്യക്തി ചില കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ മനസ്സിലാക്കാനോ തയ്യാറല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ സമയം ആ വ്യക്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. കുറച്ച് സമയമായിട്ട് നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ തന്നെ ആ വ്യക്തിയിൽ അതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട്, എസ്പെഷ്യലി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആ വ്യക്തിയെ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും, ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ആ വ്യക്തിക്ക് തന്നെ ആ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്നു, ആ ഒരു സമയത്ത് ആ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ അവർ നാച്ചുറലി ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ഈ സമയം ആ വ്യക്തിക്ക് കണക്ട് ചെയ്യാൻ, മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാലം ആ വ്യക്തി കാണിക്കാത്ത ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്തുള്ള അപ്രോച്ചിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ അയാളുടെ പിറകെ ഒരുപാട് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി അത് നിർത്തുക. കാരണം ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ടൈം ആൻഡ് സ്പേസ് റിലേഷൻഷിപ്പിൽ കൊടുക്കുക. സോ കുറച്ചുകൂടി ഡീപ്പായിട്ട് സ്പിരിച്വൽ ആയിട്ട് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ അതുപോലെയുള്ള മാറ്റങ്ങളിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ച്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വില്ലിങ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയം ആ വ്യക്തി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ഓക്കെ, സോ അതൊരു റീസൺ ആയിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ചില എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കാം, അവർ വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, അവരുടെ ഉള്ളിലെ ചില ഇമോഷൻസ്, അവർ സ്വയം ഡീൽ ചെയ്യുന്ന ചില ഇമോഷണൽ സിറ്റുവേഷനോ ആയിരിക്കാം. സോ ആ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് അയാൾ പല കാര്യങ്ങളും ഇന്റൻഷനലി ആയിക്കൊള്ളണമെന്നില്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ. ഓക്കെ, ബട്ട് നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി അവർക്ക് ഉണ്ടായിരിക്കാം, ബട്ട് ഡെഫിനറ്റ്ലി ഐ ഷുഡ് സേ ആ വ്യക്തിയുടെ ഒരു വലിയൊരു ആഗ്രഹത്തിൽ ഒന്ന് തന്നെയാണ് നിങ്ങൾ. ഓക്കെ, സോ നിങ്ങളുണ്ട്, ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുണ്ട്, ആ വ്യക്തിയുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഭാഗമാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ട്, നിങ്ങളുടെ ഒരു തോട്ട്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ വെരി സൂൺ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെരി സൂൺ നിങ്ങൾ ഈ വ്യക്തിയെ കാണേണ്ടതായിട്ടുണ്ട്, ആ വ്യക്തിയായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തു വരുന്നതായിരിക്കാം. ഓക്കെ, ഇത് പ്രോബബ്ലി നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓർ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് ചില ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, ഈ വ്യക്തി വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നോ, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വേറൊരാൾ കാരണം ഉണ്ടായിട്ടുള്ള സ്ട്രഗിളും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ പുതിയ എന്തോ ഒരു കാര്യം സംഭവിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ,
ഈ ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ റീസെന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിലേക്കാണ് അവരുടെ ഒരു ഫോക്കസ്. അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് അവർ പോകുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം, അവർക്ക് ഉണ്ടായിട്ടുള്ള പുതിയ താല്പര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, സോ അതൊക്കെ അവരെന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്, ഈവൻ അവര് പുതിയൊരു വ്യക്തിയെ മീറ്റ് ചെയ്തു, അവരിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ സ്പിരിച്വലി ഒരുപാട് അവേക്കൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ അവർ പോയി കണക്ട് ചെയ്യുന്ന സമയത്തും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തുമാണ് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് ചില ആളുകൾക്ക് ഈ വ്യക്തി റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലോ ചില കമ്മിറ്റ്മെന്റ്സിലേക്കോ ജോബ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് പോയിട്ടുള്ള ഒരു അവസ്ഥ മേ ബി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ബാലൻസ്ഡ് ആവുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് അയാൾ പോകുന്നത്. ഓക്കെ, അത് തിരിച്ചറിയാനും കൂടെ അയാൾക്ക് സാധിക്കുന്നുണ്ട്. അയാൾ എന്താണ് ചെയ്തത്, എന്തായിരുന്നു അയാളുടെ ഒരു സിറ്റുവേഷൻ, ആക്ഷൻ എന്തായിരുന്നു എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് അഗെയിൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, സോ നിങ്ങളെടുത്ത ആ ഒരു സ്നേഹം ഉണ്ട് ആൾക്ക്. മേ ബി ചില ആളുകൾക്ക് ഇത് വളരെ റീസെന്റ് ആയിട്ട് നിങ്ങൾ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, ഓർ സെയിം ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ. സോ നിങ്ങൾക്ക് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. സോ ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെ. സോ അങ്ങനെ തോന്നിയിട്ടുള്ള ചില മൊമെന്റ്സ്, സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെ. ഇത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ക്രഷും ആയിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നാണ് ഇതുവരെ നിങ്ങൾ പരസ്പരം എക്സ്പ്രസ് ചെയ്യാത്ത ആളുകളാണ്, ഈ വ്യക്തിക്ക് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു സീക്രട്ട് അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ വ്യക്തി ഒരുപാട് നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ സ്റ്റിൽ ഓൺ ദിയർ മൈൻഡ്. ഓക്കെ, നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സമയം ആ വ്യക്തി നിങ്ങൾക്ക് പകരം വേറെ എന്തെങ്കിലും കാര്യത്തിലേക്കാണ് ഫോക്കസ്, അറിഞ്ഞുകൊണ്ട് പോയി എന്നുള്ളതല്ല. ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് ഇപ്പോഴും പുതിയ കാര്യത്തിനോട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, സോ അതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താന്നുള്ളതൊക്കെ ചില സമയത്ത് ചില ആളുകൾ വിട്ടുപോകും. റൈറ്റ്, സോ ഒരു കൈൻഡ് ഓഫ് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള നേച്ചർ ഓർ ഓവർ എക്സൈറ്റ്മെന്റും കൂടെ കൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നല്ലതാണ്. ഇപ്പം അവർക്ക് ഏതാണ് റൈറ്റ്, ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് പകരം ഈ വ്യക്തി വേറെ ആരെയോ ചൂസ് ചെയ്തു, വേറെ എന്തോ ഒരു കാര്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുള്ള ഒരു കൺസിഡറേഷൻ തന്നില്ല, വേറെ എന്തോ കാര്യം സംഭവിച്ച സമയത്ത് നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചില സിറ്റുവേഷൻസ് മേ ബി ലൈക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈവൻ അങ്ങനെ ആ വ്യക്തി പോകുന്നുണ്ടെങ്കിലും പുതിയ അവസരങ്ങളിലേക്കോ പുതിയ സിറ്റുവേഷനിലേക്കോ പുതിയ ആളുകളിലേക്കൊക്കെ ആൾ കണക്ട് ചെയ്യുന്നത് ആൾക്കും നല്ലതാണ്. കാരണം അവിടെ ആ ഒരു സമയത്താണ് ആൾക്ക് ഒരുപാട് സ്പിരിച്വൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സോ ഈ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ലൈക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ വീണ്ടും കോണ്ടാക്ട് ഉണ്ടാവും, എസ്പെഷ്യലി നിങ്ങൾ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം ഈ വ്യക്തി പോകുന്ന അവസ്ഥ എന്താ എന്നുള്ളത്, അല്ലെ. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ ലൈഫിൽ സ്വന്തം ലൈഫിൽ ചില സിറ്റുവേഷൻ ആയിട്ട് ഒരുപാട് ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട്. പല റീസൺസ് കൊണ്ട് അവർക്ക് അവിടെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനേ തോന്നിയിട്ടുണ്ടാവില്ല, നിങ്ങളെ അലോയ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കണം, തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഓർ അവരെന്തെങ്കിലും വിഷമിപ്പിച്ച കാര്യം കൊണ്ടായിരിക്കാം അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു രീതിയിൽ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേഷന് വില്ലിങ് ആവുന്നുണ്ടായിരുന്നില്ല. മേ ബി അവർ ഒരുപാട് ഹേർട്ട് ആയതുകൊണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ അവർ ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ആ വ്യക്തി എന്തോ ഒരു ദേഷ്യം കൊണ്ടാണ് നിങ്ങളടുത്ത് മാറി നിൽക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ ഇത്ര കാലമായിട്ട് വളരെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവർ ഡിസ്റ്റർബേൺ ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ തീരുമാനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ടൈം വരെ നിങ്ങൾ ക്ഷമയോട് കാത്തിരിക്കുക.
ഇതിന്റെ പിറകെ പോവാതിരിക്കുക. നിങ്ങൾ ഒരുപാട് എഫേർട്സ് കൊടുത്തിട്ടുള്ള ആളുകൾ, ഓൾറെഡി കൊടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ഈ വ്യക്തിക്ക് ആ ഒരു ടൈമും സ്പേസും ഡെഫിനറ്റ്ലി വേണം. അതെല്ലാം നിങ്ങൾക്ക് എഫേർട്ട് എടുക്കണം എന്ന് തോന്നിയിട്ടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു, ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ, റെസ്പോൺസ് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 1 റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹേ, ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്? ദെയർ കറന്റ് ഫീലിംഗ്സ്, സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി കോണ്ടാക്റ്റിലുള്ള കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ഒരുമിച്ചിട്ടുണ്ടാവുന്നുണ്ട് നിങ്ങൾ. സോ നിങ്ങൾ കോൺസ്റ്റന്റ്ലി സംസാരിക്കണം, മീറ്റ് ചെയ്യണം, എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, ഫ്യൂച്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, പ്രസൻസ് വളരെ സന്തോഷമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ പ്രസൻസിൽ വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഈവൻ നിങ്ങൾ സംസാരിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ചിട്ടാണ് പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത്. അത് ഈവൻ നിങ്ങളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും എനർജി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ആ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഉള്ളതുപോലെ ഉണ്ടാവും, ഈവൻ അതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിലും, അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതർവൈസ് നിങ്ങൾ ഓൾറെഡി വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു സമയത്ത് പോകുന്നത്, എൻഗേജ്ഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ. ഒരുമിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ജേർണിയിൽ കൂടിയായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരെ സന്തോഷമായിട്ടായിരിക്കാം എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇന്നർ ചൈൽഡ് വളരെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അത്രയൊരു സന്തോഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ ഈ വ്യക്തിയുടെ പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം ചില ആളുകൾക്ക് അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇമോഷൻസ് അവിടെ കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർക്ക് അത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അവരുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടായിരിക്കാം സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, മേ ബി ലൈക്ക് ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ലൈക്ക് കൈൻഡ് ഓഫ് ഡിവൈൻ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഈ സമയം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഈ വ്യക്തി അവരുടെ ലൈഫിൽ വളരെ എൻഗേജ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവര് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം, ചില കാര്യങ്ങളായിരിക്കാം. സോ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു ടൈമിൽ പ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഉണ്ടാവുന്നത്. സോ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ. സോ ഡിവൈൻ സെപ്പറേഷൻ ഓർ ഡിവൈൻ ഇൻവോൾവ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിലേക്കായിരിക്കാം ആ ഒരു സെപ്പറേഷൻ ഉണ്ടാവുക, നിങ്ങൾ സെപ്പറേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വേറെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്ലോഷർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ബട്ട് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ക്ലോഷർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാം, ചില ആളുകൾക്ക് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ എത്ര സ്നേഹം കാണിച്ചിട്ടും ആ വ്യക്തിക്ക് അത് കാണുന്നില്ല. ഓക്കെ, അവരത് ശ്രദ്ധിക്കുന്നില്ല, അവർ ലൈഫിൽ കുറെ മുന്നോട്ട് പോയി, ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ബിക്കോസ് ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് ആ വ്യക്തി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല, ഇറ്റ് ഈസ് മെന്റ് ടു ഹാപ്പൻ. ഓൾറൈറ്റ്, സംഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. Group number 2, the person on your mind, what you need to know about them, what's their current situation. Alright, so ഈ വ്യക്തിയെ നിങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക, ദൂരെ നിന്നിട്ടായിരിക്കാം കാണുന്നുണ്ടായിരിക്കുക. മേ ബി ലൈക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ഈ വ്യക്തിയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, അല്ലെ. കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല, ബട്ട് എനർജറ്റിക്കലി നിങ്ങൾ അവിടെ കണക്റ്റഡ് ആവുന്നുണ്ട്. റൈറ്റ്, എനർജറ്റിക്കലി നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത് അത് വളരെ മ്യൂച്വൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം, സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും
ഓൾറൈറ്റ്, മേ ബി ഈ വ്യക്തി സോഷ്യലി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളോ ആ വ്യക്തിയോ. ഓക്കെ, സോ അവർ അവരുടേതായിട്ടുള്ള ചില ലൈഫ് ഇവന്റ്സിലൂടെ എൻഗേജ്ഡ് ആണ്. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ടാണ് അവർ എൻഗേജ്ഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് ആ വ്യക്തി ഈ ഒരു സമയത്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു മാറ്റം അതാണ്. ഓക്കെ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ട് അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ മ്യൂച്വലി അങ്ങനെ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ വ്യക്തി കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കാം. സോ മൂവ് ഓൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ടൈം ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വലിയ വശമായിട്ടല്ല ആലോചിക്കുന്നത്. അവർ അവരുടെ ലൈഫിൽ വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്, ലൈഫിലെ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്, പക്ഷെ അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. ഓൾറൈറ്റ്, കാരണം ഇമോഷണലി വിഡ്രോ ചെയ്യാൻ ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമോഷണൽ വിഡ്രോവൽ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില ആളുകൾ ഓൾറെഡി ഇൻ ടച്ച്, നിങ്ങൾ ഓൾറെഡി കോണ്ടാക്റ്റിലുള്ള ആളുകളാണ്. ചില ആളുകൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വലി നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഓർ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് പ്രോബബ്ലി അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അവരുടെ ഒരു പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് അവർക്ക് അവരുടെ വേദന ഒക്കെ ഉണ്ട് അവിടെ. ഓക്കെ, പക്ഷെ അതൊക്കെ വളരെ ഹീൽഡ് ആയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് വേദനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ അതെന്തൊക്കെയാണോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെ. അത് ഫാമിലി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വേറെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ളതായിരിക്കാം. സോ നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇമോഷണൽ സെപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിലും അത് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ആ വ്യക്തിക്ക്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പെയിൻ ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, ബട്ട് അത് ഒരു രീതിയിലും അയാളുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ബ്ലോക്ക് ചെയ്യുന്നില്ല. അവർ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അവർ കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് കൂടെ എടുക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കാണുന്ന സമയത്ത് ഈ വ്യക്തി വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ കണക്റ്റഡ് ആയിട്ട്, വളരെ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഒരുപാട് അവരുടെ ഒരു സർക്കിളിൽ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഫാമിലി ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് തോന്നും അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്ത് നിന്ന് ഇമോഷണലി വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അവർക്ക് ഒരുപാട് സർക്കിൾ ഉണ്ട്, ഒരുപാട് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളായിരിക്കാം മേ ബി ഈ വ്യക്തി, റൈറ്റ്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് അവരുടെ ഇമോഷൻസ് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് വിഷമമായിട്ടുള്ള സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ ഈ ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും അവരെ ഒരുപാട് ഇപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം, ബട്ട് അവർ എത്ര മെച്യൂർഡ് ആയിട്ടാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഇപ്പം ഒരാൾക്ക് ഒരു വിഷമുണ്ടെങ്കിൽ, ഒരു ശരീരത്തിനൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു മുറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് അതിൽ സങ്കടപ്പെട്ട് അതിൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അയ്യോ എനിക്കിത് പറ്റി എന്ന് വിചാരിച്ചിട്ട് കുറെ കാലം അങ്ങനെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ എനിക്കിത് പറ്റി എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവും അല്ലെ. അതൊരു സൈഡിലുണ്ട്, അതിന് വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നടക്കാനോ അല്ലെങ്കിൽ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഓടി നടന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. അങ്ങനെയാണ് ആ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ. സോ നിങ്ങൾ വളരെ ഹാപ്പിയാണ് ആ വ്യക്തി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരത് അങ്ങനെ ഡീൽ ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അവര് മാറിപ്പോയി എന്ന് അതിനർത്ഥമില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട് ഡെഫിനറ്റ്ലി. സോ ഒരുപാട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടായിരിക്കണം അവരെ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടി, റൈറ്റ്. ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല മൂവ് ഓൺ ചെയ്യുക എന്നല്ലാതെ. ഓക്കെ,
ഡെഫിനറ്റ്ലി അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങള് ഡെഫിനറ്റ്ലി രാത്രി ടൈമിൽ അവർ നിങ്ങളെ പറ്റിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് വേദന ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിനെ പറ്റിയിട്ട് കാണാത്തത് കൊണ്ടാണ്. നിങ്ങളോട് ആ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി സ്നേഹമുണ്ട്. ആൻഡ് പക്ഷെ നിങ്ങൾ പുറത്തേക്ക് കാണുന്നത് എന്താണ്? വളരെ ബോൾഡ് ആൻഡ് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്, അല്ലെ? അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടായിരിക്കും അവരവരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം. മേ ബി അവർ നിങ്ങളടുത്ത് വാക്കുകൾ കൊണ്ട് വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ ബോൾഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സോഫ്റ്റ് വേർഷൻ അവരെ നിങ്ങളടുത്ത് കാണിക്കുന്നുണ്ടാവില്ല ഈ ഒരു ടൈമിൽ ചില ആളുകൾക്ക്. റൈറ്റ്? നിങ്ങൾ ആ വ്യക്തിയുടെ വളരെ ഒരു ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിട്ടുള്ള ആളുകളാണ്. ആ ഒരു കുട്ടിത്വം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ പ്രസൻസിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു കുട്ടി എത്ര സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അല്ലെ? പരസ്പരം നിങ്ങൾ മ്യൂച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ എസ്പെഷ്യലി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ബട്ട് അങ്ങനെയാണ് അവരെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓൾറൈറ്റ്? അവരുടെ കുട്ടിത്വം ഡെഫിനറ്റ്ലി അവരുടെ ഉള്ളിലുണ്ട്, അത് ക്രേവ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ അതൊക്കെ അവര് അടക്കി വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. അവർ പുറമെ ഒരു റഫ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ടായിരിക്കാം, വളരെ ബോൾഡ്, ഇൻഡിപെൻഡന്റ്, ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. റൈറ്റ്? അതിനർത്ഥം അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇത്. ഓക്കെ, വളരെ മെച്യൂരിറ്റി ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ദേ നോ, ലൈക്ക് അവർക്ക് സങ്കടം ഉണ്ട്, കരഞ്ഞിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ഇപ്പോഴും കരയുന്നുണ്ടായിരിക്കണം, ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഒരിക്കലും അവർ പുറത്തേക്ക് കാണിക്കില്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ഒരുപാട് സ്നേഹമുണ്ട്. സോ ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം അവർ എടുത്തിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ദെയർ സ്പേസ്, ആക്ഷൻ. ഓക്കെ, സോ മേ ബി അവരുടെ ലൈഫിലായിരിക്കാം അവരങ്ങനെ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇതിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. മേ ബി നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളെ പറ്റിയിട്ട് ചിന്തിച്ചത് കൊണ്ടോ അങ്ങനത്തെ ഒരു തോട്ട്സ് വന്നതുകൊണ്ടായിരിക്കാം ചില ആക്ഷൻ അവിടെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഈ വ്യക്തിയുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വേർഷൻ കണ്ടിട്ടുള്ളത്, വളരെ ലൈറ്റ് ആയിട്ടുള്ള വേർഷൻ കണ്ടിട്ടുള്ളത്, വളരെ കുട്ടിത്വം കണ്ടിട്ടുള്ളത്. ബിക്കോസ് നിങ്ങളുടെ പ്രസൻസിൽ ആ കുട്ടി അവരുടെ ഇന്നർ ചൈൽഡ് അത്ര സേഫ് ആയിരുന്നു നിങ്ങളുടെ കയ്യില്, നിങ്ങളുടെ കൂടെ. ഓക്കെ, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, വളരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രസൻസിൽ. ഓക്കെ, സോ അതില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി അവർക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയുടെ ഫീലിംഗ്സിലൊന്നും നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സ്ട്രോങ് ആണ്, അതിന് സ്ട്രോങ് റൂട്ടുള്ള ലവ് ആണ്. ഓക്കെ, സോ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അഗൈൻ ഇറ്റ്സ് എ ജനറിക് റീഡിംഗ്, നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ വ്യക്തി വളരെ മെച്യൂർഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ പുറത്ത് കാണുന്നത് പോലെയല്ല, ദേ ഹാവ് ലോട്ട് ഓഫ് ലവ് ഫോർ യു. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ സ്പേസ് തന്നെ ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, സോ അവർ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ മനസ്സിലാക്കുക ഒരു കടലോളം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അവരുടെ ഉള്ളില്. ഒരു കടലിന്റെ അത്രയും ആഴുണ്ടെന്ന് പറയുന്നത് പോലെ അത്രയും ആഴത്തിൽ കൊണ്ടുവച്ചിട്ടായിരിക്കും അവരുടെ ഇമോഷൻസ്, നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഉള്ളിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാന്ന് പറയുന്നത് പോലെ, ഒരു കടലിന്റെ അടിത്തട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കാന്ന് പറയുന്നത് പോലെ. ഓക്കെ, അത്രയും മാത്രം സ്നേഹം ഉണ്ടായിരിക്കണം. ഹെൽത്തി ആയിട്ട് എടുക്കുക ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, സോ പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ മ്യൂച്വലി പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ട്, ഈവൻ അത് വിത്ത് പ്രസൻസ് ഓർ വിത്തൗട്ട് പ്രസൻസ്. ഓക്കെ, ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും ഉണ്ട്, കണക്റ്റഡ് ആണ്, എനർജറ്റിക്കലി അവിടെ കണക്റ്റഡ് ആണ്. മിസ് ചെയ്യുന്നുണ്ട്, രണ്ടാളും മിസ് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ്, രണ്ടാൾക്കും സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് മെയിൻലി ലൈക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ട് എല്ലാം ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച് സ്ട്രഗിൾ ചെയ്യല്ല, ലൈഫിൽ വേറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതാണ് വളരെ മെച്യൂർഡ് ആയിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി. മേ ബി നിങ്ങളും അങ്ങനെ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ലൈഫ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വെരി ബ്യൂട്ടിഫുൾ റീഡിംഗ്. ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്താണ് ആ വ്യക്തിയുടെ current feelings, current situation? Group number 3, the person on your mind, how do they see you? So
അവർക്ക് ചില സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളായിട്ടുള്ള ചില ഇമോഷണൽ സിറ്റുവേഷൻ ഓർ ഈ റിലേഷൻഷിപ്പിന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അഡിക്ഷൻസ്, അറ്റാച്ച്മെന്റ് എല്ലാം ഓവറാണ്. സോ എല്ലാം ഓവർഫ്ലോ ചെയ്യാണ്. സോ അതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അതിന് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി അതിൽ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കണം, മെന്റലി എനർജറ്റിക്കലി ഒക്കെ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതൊക്കെയാണ് പ്രോബബ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക്. ഓക്കെ, സോ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുക. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ഓക്കെ, സോ അവിടെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്നോ അയാളുടെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ളൊരു ചാൻസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ മാറേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ വ്യക്തി മാറേണ്ടതായിട്ടുള്ള സ്വഭാവം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരം ആൾക്ക് കൊടുക്കുക. ഓൾറൈറ്റ്, അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ഓരോ കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിൽക്കാനും വയ്യ പോവാനും പറ്റാത്തൊരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡെസ്റ്റിനി. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. സ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ചാൻസസ് നോക്കുന്നുണ്ട്, പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ദേ വോണ്ട് ടു കം ബാക്ക്. ഓക്കെ, ലുക്കിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. ഓക്കെ, സോ ഒരു റീസൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ നിങ്ങൾക്ക് എത്ര ഇഷ്ടം, നിങ്ങൾക്ക് വളരെ ഇഷ്ടം ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും ഉണ്ടായിരിക്കണം അല്ലെ. സോ വീണ്ടും വരുന്ന സമയത്ത് അതൊരു റെപ്യൂട്ടേഷനിലാണോ പോകുന്നത്, അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. കാരണം ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, ഇതിന്റെ ഒരു കറന്റ് സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളത് െങ്കിൽ അത് എൻഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ നമ്മൾ കാർമിക് സിറ്റുവേഷൻ ഒക്കെ പറയുന്നത് പോലെ ചിലത് എൻഡ് ആണ്. പക്ഷെ നിങ്ങൾ ആ ഒരു ലൂപ്പിൽ തന്നെ കുറെ കാലം പോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കാത്തത്. ഓക്കെ, മനസ്സിലാക്കുക, നിങ്ങൾ അതൊന്ന് ഫ്രീ ആണ്. നിങ്ങൾ വെറുതെ തോന്നാണ് ഇന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല, ഈ ഒരു അറ്റാച്ച്മെന്റ് നിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ചക്രം ഇങ്ങോട്ടോ അങ്ങോട്ടോ വേണമെന്നുണ്ടെങ്കിൽ തിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലാണ്. ആ വ്യക്തിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണോ, നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം എന്നുള്ളതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെയുള്ള സ്വഭാവത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അതിന്റെ വീൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും വെരി സൂൺ നിങ്ങൾ കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്. ബട്ട് ബി വെരി കെയർഫുൾ. വീണ്ടും വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഴയ സിറ്റുവേഷനിൽ തന്നെ പോവാതിരിക്കുക. ആൻഡ് പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ നാമം ജപിക്കുന്നത് പോലും പറയാതിരിക്കുക. ഓക്കെ, സോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇതൊന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല, ഇയാൾ എനിക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, എന്ത് കണക്ഷൻ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണോ അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഫ്രീ ആണ് പുറത്തേക്ക് വരാൻ. ഒരുപാട് സ്നേഹവും ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റും ഒക്കെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ, മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ നോക്കുന്നുണ്ട്. എൻകറേജ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എൻകറേജ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ കോൺട്രാക്ട് ഉള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് പുറത്തേക്ക് വരാൻ പറ്റാത്തത്. ആ ഒരു സോൾ കോൺട്രാക്റ്റിൽ നിങ്ങൾ കുറെ കാലം പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാറുന്ന സമയത്ത്, മാറ്റങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, സ്വഭാവത്തിലും സിറ്റുവേഷനിലും ഒക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോഴാണ് അത് ടോക്സിക് ആവുന്നത്. ഓക്കെ, സോ അവിടെ ഒരുപാട് സ്നേഹം സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ മേ ബി ലൈക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പാറ്റേൺ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ വന്നതിനും കണക്ട് ചെയ്തതിനും പല കാര്യങ്ങളും അനുഭവിച്ചതിനും ഷെയർ ചെയ്തതിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി അങ്ങനെ കാണേണ്ട റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ടോക്സിക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിൽ ഒരുപാട് ടോക്സിക് ആവും.
ഓക്കെ, ആ വ്യക്തി ഒരുപാട് സ്നേഹമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ നിൽക്കാൻ സാധിക്കും. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്ര കാലമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ടാവില്ല, ഒരു സ്പേസ് വെക്കുന്നുണ്ടായിരിക്കണം, അഫെക്ഷൻ കാണിക്കുന്നുണ്ടാവില്ല. ഇവൻ നിങ്ങൾ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു അഫെക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഫിസിക്കൽ അഫെക്ഷൻ ആയിരിക്കാം, ഇന്റിമസി ആയിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങള് നിങ്ങൾക്ക് രണ്ടു പേർക്കും ആഗ്രഹമുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഈഗോ അത് അലോ ചെയ്യുന്നുണ്ടാവില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം, ഈഗോ ആയിരിക്കാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ കാണണം, നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നുണ്ടായിരിക്കണം, പക്ഷെ ആരാദ്യം ഇനീഷ്യേറ്റ് ചെയ്യും എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനും. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, റൈറ്റ്? സോ നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ടോക്സിക് ആക്കുന്നത്. ഓൾറൈറ്റ്, സോ ചില മാറ്റങ്ങൾ ഇതുപോലെ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നല്ലൊരു മാറ്റം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, ബട്ട് അഗൈൻ നിങ്ങളുടെ കർമ്മ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ആണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, ബട്ട് മനസ്സിലാക്കുക, നിങ്ങളൊരു അകലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ കോണ്ടാക്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിലോ അതിനിടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു ബോണ്ടിന് അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല, അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ഇന്നലെ വരെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് അവിടെ മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ ഈ വ്യക്തിയിൽ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ എടുക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ എന്ത് മാറ്റം അതിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് അതിന് പുറത്തേക്ക് വന്ന് പുതിയൊരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അങ്ങനത്തെ ചില മാറ്റങ്ങൾ വരുന്ന സമയത്താണ് ഇത്ര ഒരു ബോണ്ട് ഉള്ള ആളുകളാണ് നിങ്ങൾ, എത്ര സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആളുകളാണ് നിങ്ങൾ. കണ്ടുമുട്ടിയതിനൊരു റീസൺ ഉണ്ട്, കണക്ട് ചെയ്തതിനൊരു റീസൺ ഉണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരിക്കാം. കണ്ടീഷൻസ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോസ്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇതിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ ഒക്കെ ഒരു ഡെപ്ത് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു അസറ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട റിലേഷൻഷിപ്പാണ് അത്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ സപ്പോർട്ട് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് ഇല്ല, ഈ സമയത്ത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് മേ ബി ലൈക്ക് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവേണ്ടത്. സോ ആരെങ്കിലും ടോക്സിക് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഒരാളുടെ പെരുമാറ്റം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവരുടെ പെരുമാറ്റം നിങ്ങൾ ഒരുപാട് കുറെ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അത് എൻകറേജ്, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കണല്ലോ, പോകാൻ പറ്റില്ലല്ലോ, എന്റെ ആളാണല്ലോ, എന്റെ സ്നേഹമാണല്ലോ, സോൾമേറ്റ് ആണല്ലോ, ട്വിൻ ഫ്ലെയിം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ കാര്യങ്ങൾ നോക്കി പോവാ, ബോൾഡ് ആയിട്ട് പോവാ. എവിടെ പോകുന്ന സമയത്ത് മനസ്സിലാക്കുക ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സംഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങൾക്കത് നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ചില പ്രത്യേകതകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള സോൾ കണക്ഷൻ ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, മാറ്റങ്ങൾ വരുത്താൻ പെർമിഷൻസ് ഉള്ള ആളുകളാണ്. ഈ റിലേഷൻഷിപ്പിൽ എങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, ട്രസ്റ്റ് മീ. കാരണം നിങ്ങൾ ഫ്രീ ആണ്, ചില മാറ്റങ്ങൾ എടുക്കാൻ നിങ്ങൾ ഫ്രീ ആണ്. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക, അവിടെ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത്. കോൺടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റിൽ ഉണ്ടാവും. വെരി സൂൺ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനും അതിന് എന്നേക്കുമായിട്ട് പുറത്തേക്ക് വരാനും ചില ആളുകൾക്ക് ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങളുടെ ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിഞ്ഞു, നിങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും, മെന്റലി ആണെന്നുണ്ടെങ്കിലും, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും, എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഒന്നുകിൽ അത് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. രണ്ടും നിങ്ങൾക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 ഞങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ.